എല്ലാവർക്കും സന്ധ്യാവന്ദനം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയും നമുക്ക് പ്രശാന്തമായി ദൈവസേനയിൽ കടന്നു വരുവാൻ ദൈവമിടയാക്കിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അർത്ഥപൂർണ്ണമുള്ള ഒരു പാട്ടാണ് നാം ഇപ്പോൾ പാടിക്കൊണ്ടിരുന്നത്. മോശ ഇസ്രായേൽ മക്കളെ നോക്കി പറയുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഉത്തരമരുളുന്ന ഇത്ര ശ്രേഷ്ഠ ജാതിയെ പോലെ വേറൊരു ജാതി വേറെ ആരുള്ളൂ. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ അവകാശമായി എടുത്തിരിക്കുന്ന തൻ്റെ ജനം എത്ര ഭാഗ്യമുള്ളതാണ് എന്നുള്ള കാര്യമാണ് നാം പാടിയത്. എന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളുടെ കാര്യങ്ങളൊക്കെ ആ പാട്ടുകാരൻ പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം വളരെയധികം കഷ്ടതയിൽ കൂടെ കടന്നുപോയി. ഇന്ന് ദൈവജനമായ നാം ഈ ഭൂമിയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുന്നുള്ള കാര്യം വ്യക്തമായ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ജനം നമ്മളിവിടെ ഞാൻ പറഞ്ഞ പോലെ അത്ര അറിയുന്നില്ലെങ്കിലും കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി സോറൻ ഇ.പി. ജോസിൻ്റെ മെസ്സേജ് നിങ്ങൾ വായിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെല്ലാം പ്രയാസങ്ങൾ കൂടിയാണ് ദൈവത്തിൻ്റെ ജനം ഈ നാളുകളിൽ കടന്നു പോകുന്നത്. പലതും നമ്മൾ അറിയുന്നില്ല. എന്നാൽ അവരനുഭവിക്കുന്ന കഷ്ടങ്ങളിലും അവർ കർത്താവിനോടുകൂടെ ഉറച്ചു നിൽക്കുവാൻ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ പോലെ സാത്താൻ പതിർപോറ്റുന്ന പോലെ അവനെ പേറ്റുവാനായിട്ട് നോക്കിയതാണ്. കർത്താവ് അവന് വേണ്ടി അപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി? അവരുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. ഈ ദിവസങ്ങളിൽ നാം വളരെയധികം പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഈ തരത്തിൽ ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകം. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 22-ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചില മാസങ്ങളായി നാം ഈ മനോഹരമായ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വളരെ വിലയേറിയതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു പുസ്തകമാണ്. ഇത് നാം പഠിക്കും തോറും നമുക്ക് മനസ്സിലാകുന്ന സത്യമാണ്. എന്നെ വളരെയധികം ആകർഷിച്ചതിൻ്റെ സ്ട്രക്ചറാണ്, ഇതിൻ്റെ ഘടനയാണ്. നമ്മളത് ആദ്യമേ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ആദ്യത്തെ അധ്യായങ്ങളിൽ നാം കണ്ടത് അവരെങ്ങനെയാണ് വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ള സത്യമാണ്. തുടർന്ന് നമ്മൾ അതിനെ കീഴടക്കുന്ന കാര്യങ്ങളായിരുന്നു നാം കണ്ടത്. തുടർന്ന് ആ ദേശം അവകാശമാക്കി അവർക്ക് വിഭജിച്ച് കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ കണ്ട കാര്യം. ഫസ്റ്റ്, ഹൗ ടു എൻ്റർ ദ ലാൻഡ്. സെക്കൻഡ്, ഹൗ ദേ ഹാവ് കോൺക്വേർഡ് ദ ലാൻഡ്, എങ്ങനെയാണ് അവർ ആ ദേശം കീഴടക്കിയത്. പിന്നെ 3, അവർ ആ ദേശം അവകാശമാക്കിയത്, കൈവശമാക്കിയത്, ഡിവൈഡ് ചെയ്തത്, വിഭജിച്ചത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നാം കാണാൻ പോകുന്നത് അതിലും പ്രാധാന്യമേറിയ കാര്യമാണ്, ഹൗ ടു റിമെയിൻ ഇൻ ദ ലാൻഡ്. ഇനി ആ ദേശത്തിൽ താമസിച്ച് വസിക്കണം തുടർച്ചയായിട്ട്. പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ലായിരുന്നു. ക്രിസ്തീയ ഓട്ടം ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിന്ന് പോകുക, സ്ഥിരതയുള്ളവരായി മുന്നോട്ട് കയറുക, വിജയം വരിച്ച് മുമ്പോട്ട് പോകാനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. ഇറ്റ്സ് നോട്ട് സോ ഈസി. അത്ര നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. ഈ 22-ാം അധ്യായം ഞാൻ ധ്യാനിച്ചപ്പോൾ ഏകദേശം 34 വാക്യങ്ങളുള്ള ഒരു വലിയ അധ്യായമാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ഗോത്രങ്ങൾ യോർദാന് കിഴക്കുള്ള പൗരസ്ത്യ ദേശങ്ങൾ എന്നാണ് അവരെ പറ്റി പറയാറ് സാധാരണ. കിഴക്കുള്ള ദേശങ്ങൾ അല്ലെങ്കിൽ കിഴക്കുള്ള ഗോത്രങ്ങൾ, 2 ഗോത്രങ്ങൾ.
അവർ മോശയോട് ആ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ മോശ അവരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് കൂടെ ആ ദേശത്ത് മുമ്പേ പോയി നിങ്ങളായിരിക്കണം മുമ്പിൽ നിന്ന് അവർക്ക് വേണ്ടി പോരാടി ആ ദേശം കൈവശമാക്കേണ്ടത്. കാരണം അവർക്ക് വളരെയധികം യുദ്ധസന്നാഹികളായ ഭടന്മാർ, സൈന്യം ഉണ്ടായിരുന്നു, വീരന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും വളരെയധികം പോരാടി എന്ന് നമുക്കറിയാം. അവർ വളരെ വിശ്വസ്തമായി ആ കാര്യം ചെയ്ത് ഇപ്പോൾ അവരെ തിരിച്ച് യോശുവ പറഞ്ഞയക്കുകയാണ് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്. നമുക്ക് ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എന്റെ വാക്കനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമൊക്കെ നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചു നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശെ യോർദ്ദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ആ നിർദ്ദേശമാണ് യോശുവ അവർക്ക് നൽകുന്നത്. മറ്റുള്ള ഗോത്രങ്ങളുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുകയും ഈ കനാന്റെ ആക്രമണം വളരെ വിജയകരമായി അവർ പരാസമാപ്തിയിൽ എത്തിച്ചു. അത് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. അതെല്ലാം ദേശം എല്ലാവർക്കും അവകാശമായി കൊടുത്തു, വിഭാഗിച്ചു കഴിഞ്ഞു. അപ്പോൾ യോശുവ ഈ രൂബേന്യരെയും ഗാദ്യരെയും മനുഷ്യരുടെ പാതി ഗോത്രത്തെയും വിളിച്ച് അവരുടെ പ്രവൃത്തിക്ക് അവരെ നന്നായി ശ്ലാഘിക്കുന്ന കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. 4 കാര്യങ്ങൾ നമ്മൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത് താൻ പറയാണ്, മോശ മുഖാന്തരം യഹോവ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിച്ചിരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മോശ പറഞ്ഞ കാര്യം മാത്രമല്ല, രണ്ടാമത് താൻ പറയാം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അനുസരണം. അവരുടെ ജീവിതത്തിൽ അവരത് കാണിച്ചത് വളരെ നല്ല കാര്യമായിട്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ശ്ലാഘിച്ച് കമൻ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ മൂന്നാമത്, ഈ കാലമെല്ലാം നിങ്ങൾ സഹോദരന്മാരെ യുദ്ധഭൂമിയിൽ തനിയെ വിട്ടില്ല. അവരോട് കൂടെ ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടുന്ന ധൈര്യം കൊടുത്ത് അവർക്ക് ലീഡർഷിപ്പ്, അവർക്ക് മുമ്പിൽ പോയി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത വലിയ 2 ഗോത്രമായിരുന്നു അവർ. നാലാമതായിട്ട് താൻ പറയുകയാണ്, നിങ്ങൾ യഹോവയുടെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. അത് എന്നെ വളരെയധികം ആകർഷിച്ചു. യഹോവയുടെ കൽപ്പന നിങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ 2 ഗോത്രത്തെക്കുറിച്ച് വളരെ ശ്ലാഘിച്ച് പറയുന്ന ഒരു കാര്യമായിട്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി പോരാടണമെങ്കിൽ നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ നാം ഒന്നാമത് ചെയ്യേണ്ട കാര്യം ദൈവവചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് അങ്ങനെ തന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഒഴിച്ചുകൂടാത്ത ഘടകമാണ്. അതില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗമിക്കാനോ വളരുവാനോ നമുക്ക് കഴിയുകയില്ല. അനുസരണം 2 വിധത്തിലുണ്ട്. നമുക്കറിയാം, യോന ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിൻ്റെ വിളി കേട്ട്, ദൈവത്തിൻ്റെ മിഷൻ കേട്ട് യോന അനുസരിച്ചു. എന്നാൽ യോന അത് മനസ്സോടെ ചെയ്തതല്ല. നമുക്കറിയാം, ആദ്യം അത് താൻ വേണ്ടത് വെച്ചാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം തനിക്കറിയാം. തൻ്റെ ശത്രുക്കളെ, അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ശത്രുക്കളായവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുന്നത് താൻ ഒരിക്കലും ഇഷ്ടപ്പെട്ട കാര്യമല്ലായിരുന്നു. എന്നാൽ ദൈവം യോനയെ അനുസരിപ്പിക്കേണ്ടി വന്നു. അതിന് കുറച്ച് കഠിനമായ പാതകൾ കൂടെ കടത്തേണ്ടി വന്നു. അതും അനുസരണമാണ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പിതാവും മകനുമായിട്ടുള്ള കാര്യം. പിതാവ് വളരെ കർക്കശക്കാരനായിരുന്നു. എന്നാൽ ഇവൻ അത്ര അനുസരണമില്ലാത്ത മകനുമായിരുന്നു. അപ്പോൾ അവനോട് ഒരു ദിവസം പറഞ്ഞു,
നീ ഇരിക്കാൻ പറഞ്ഞു, നീ ഈ കസേരയിൽ വന്നിരിക്കേ. അവൻ കേട്ടില്ല, അവൻ വന്ന് നിന്നോളും, ഇരിക്കാൻ കൂട്ടാക്കലില്ല. രണ്ടാം പ്രാവശ്യവും പറഞ്ഞു, ഞാൻ നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞ്. പുള്ളി നിൽക്കുന്നില്ല, വളരെ സ്റ്റബേണായിട്ട് നിൽക്കുക. മൂന്നാം വർഷം പറഞ്ഞു, ഞാനിനി ആവർത്തിക്കുകയില്ല, നീ ഇരുന്നേ മതിയാവും എന്ന് പറഞ്ഞ് വളരെ കർക്കശോട് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അവിടെ ഇരുന്നു. എന്നിട്ട് ആഞ്ഞ് പിതാവിനോട് പറയുകയാണ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് പുറമെയാണ്, ഉള്ളിൽ ഞാൻ നിൽക്കുക തന്നെയാണ്. പുറമേ നീ കാണുന്നത് ഞാൻ ഇരിക്കുന്നുണ്ടെന്ന്, പക്ഷെ ഉള്ളിൽ ഞാനിപ്പോഴും നിൽക്കുകയാണ്. അങ്ങനെയുള്ള അനുസരണമുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ അനുസരണം ഏതിനെ അടിസ്ഥാനപ്പെട്ടാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലവ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. നമ്മുടെ കർത്താവിനോട് നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ ആ സ്നേഹമായിരിക്കണം നമ്മുടെ പ്രേരക ശക്തി, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തീയ പോരാട്ടത്തിലും നമുക്ക് വളരെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് പലതും വിടേണ്ടി വരും. നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കേണ്ട പലതും ലഭിച്ചില്ലെന്ന് വരും. വളരെയധികം നഷ്ടങ്ങൾ സഹിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിന്ന് പോകാനായിട്ട് കഴിയൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, റിമൈനിങ് ഇൻ ദ ലാൻഡ് ഈസ് നോട്ട് സോ ഈസി. അതിന് ദൈവത്തോടുള്ള, ദൈവവചനത്തിലുള്ള നമ്മുടെ ഏറ്റവും മുറുകെ പിടിച്ചിട്ടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ള വെമ്പൽ, അത് വളരെ ആവശ്യമാണ്. കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 7 പരം വർഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 7 വർഷം എടുത്തു. അത് ദേശം സുരക്ഷിതമാകുന്നതുവരെ പോരാട്ടങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഈ 2 ഗോത്രവും സഹിച്ചു. ഓർക്കണം, അവരുടെ കുടുംബങ്ങളെയൊക്കെ അവർ വിട്ടിട്ടാണ് പോന്നിരിക്കുന്നത്. അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ വസ്തുവകകൾ, അവരുടെ സ്വത്തുക്കളെല്ലാം യോർദന് കിഴക്കേ ദേശത്താണ് കിടക്കുന്നത്. അതെല്ലാം വിട്ടിട്ട്, ഒരുപക്ഷെ ചിലർ പറഞ്ഞിരിക്കും, നമ്മളെന്തിനാ ഇത്ര കിടന്ന് പാടുന്നുണ്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന സ്ഥലമാണത്. ഇത് നമുക്കുള്ളതെന്നല്ലോ, നമ്മളെന്തിനാ ഇത്ര കിടന്ന് പാടപ്പെടേണ്ട ആവശ്യം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുകയാണ്. എന്നാൽ അവർ ഒരു മനസ്സോടെ നിന്ന് ഈ പോരാട്ടം, ദൈവത്തോട് അവർ ചെയ്ത ഉടമ്പടി, യോശുവയുടെ 1-ാം പുസ്തകത്തിലും മോശയോടും അവർ അതേ കാര്യം തന്നെ ചെയ്തു. യോശുവയുടെ 1-ാം പുസ്തകത്തിൽ നമ്മളത് കാണുകയുണ്ടായി. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിനുശേഷം നിങ്ങളുടെ പൗരദാസനായ മോശെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശദേശത്തേക്ക് മടങ്ങിവന്ന് അതിനെ അനുഭവിച്ചുകൊള്ളണം. അവർ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അയക്കുന്നതൊക്കെ ഞങ്ങൾ പോകും. അത് വളരെ വ്യക്തമായിട്ട് അവർ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. മോശയോടും അവരത് തന്നെ പറഞ്ഞു. മോശ ആ ദേശം അവർക്ക് കിഴക്കേ ദേശങ്ങൾ കൊടുക്കാൻ നേരത്തെ അവർ ചോദിച്ചപ്പോൾ അവർക്കത് കൊടുക്കുന്ന നേരത്തെ ഈ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് മോശ അവർക്ക് ആ ദേശം കൊടുക്കുന്നത്. അവരന്ന് തന്നെ അവർ സമ്മതിച്ചതാണ്, ഞങ്ങൾ പോകും, ഞങ്ങളത് ചെയ്യും, ദേശം അവകാശമാക്കി കൊടുക്കും, ഞങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ള എല്ലാ കാര്യത്തിലും അവരെല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചു. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ദൈവരാജ്യം അഭിവൃദ്ധിപ്പെടുവാനായിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ച് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനാണ് കർത്താവ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സ് അതിലേക്കാണ് പോയത്. നമ്മുടെ സൈനാധിപനായ കർത്താവ്, അവനാൽ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അവൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? നമ്മളെ രക്ഷിച്ച് ഇവിടെ നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല. കർത്താവ് നമുക്ക് വലിയ ദൗത്യം തന്നിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. ഈ ലോകത്തിൽ അത് നിവർത്തിക്കണമെങ്കിൽ വളരെയധികം പ്രയാസങ്ങളുമുണ്ട്, കഷ്ടങ്ങളുണ്ട്. നമ്മൾ ഈ നാളുകളിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഘടകമാണിത്. ഈ സമർപ്പണം ഉണ്ടെങ്കിലേ നമുക്കത് കഴിയുള്ളൂ. കർത്താവിന് ഇന്ന് ആവേശമുള്ള അല്ലെങ്കിൽ തീവ്രമായ ആവേശം, കർത്താവിന് വേണ്ടി പോരാടുവാൻ ശക്തിയും ആഗ്രഹവും ആവേശമുള്ളവരെയാണ്. വില്യം മാക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ വലിയ ദേവദാസൻ തൻ്റെ കമൻട്രിയിൽ ഒരു പാട്ട്, ഐസക് വാട്സിൻ്റെ, നമുക്ക് ഇംഗ്ലീഷ് പാഠ്യപുസ്തകത്തിൽ അനേക പാട്ടുകൾ എഴുതിയിരിക്കുന്ന ഒരു ദേവദാസനാണ് ഐസക് വാട്സ്. തൻ്റെ ഒരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ 2 വരികൾ കൊടുത്തിട്ടുണ്ട്. അതെന്നെ വളരെയധികം സ്പർശിച്ചു. അതിൻ്റെ മലയാളം എത്രമാത്രം അർത്ഥമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. താൻ പറയുകയാണ്, ജയിപ്പാനായി അനേകർ പോരാടുമ്പോൾ, ചോരക്കടലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, രക്തക്കടലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തിലെ സ്വസ്ഥതയുടെ ഭൂമ്യത്തിലേക്ക് ഞാൻ എടുക്കപ്പെടണമോ? താൻ തന്നെ ചോദിക്കുകയാണ് ദൈവത്തോട്. എന്നിട്ട് പറയുകയാണ്, നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും ഞാനും പോരാടണം. എൻ്റെ ആത്മബലം വർദ്ധിപ്പിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനത്തിൻ്റെ സഹായത്താൽ കഷ്ടപ്പാട് ഞാൻ സഹിക്കും, വേദന ഞാൻ സഹിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച വടക്കേ ഇന്ത്യയിലെ 2 സഹോദരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്. അതിൽ യു പിയിൽ വേല ചെയ്യുന്ന ഒരു സഹോദരനോട് കൂടി ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്, ഷിജു ജെയിംസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, യു പിയിലെ പല കാര്യങ്ങളും ചോദിച്ചു. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് യു പി. 75 ഡിസ്ട്രിക്റ്റുകൾ തന്നെ ഉണ്ട്. അത്രയും വലിയ ഒരു സംസ്ഥാനം കേരളത്തിനേക്കാൾ എത്ര വലിപ്പമുള്ളതാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ആ 75 ഡിസ്ട്രിക്റ്റിൽ പകുതി പോലും ഡിസ്ട്രിക്റ്റുകളിൽ നമ്മുടെ വേലക്കാരായിട്ടില്ല, നമ്മുടെ പ്രവർത്തനങ്ങളില്ല. ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ എന്തെല്ലാം എതിർപ്പുകൾ സഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ അവിടുത്തെ വേലക്കാരുടെ പല കാര്യങ്ങളും ചോദിച്ചു. തമിഴ്നാട്ടിലുള്ളവർ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന പലരുണ്ട്. ആന്ധ്രയിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. ബഹ്റിനിലെ ഒരു ലേബർ കമ്പനി, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്ന ഒരു യു പിക്കാരൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ സഭയിലാണ്. തനിക്ക് തൻ്റെ സ്വന്തം ജനത്തോട് സുവിശേഷം അറിയിക്കാനുള്ള വലിയ ആവേശം, ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളെ വളരെയധികം ദൈവം പഠിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് വിട്ടു. കോമൽചന്ദാണ് തൻ്റെ പേര്. തൻ്റെ കാര്യവും ഞാൻ തന്നോട് ചോദിക്കുകയുണ്ടായി. ഈ പ്രിയ സഹോദരൻ വേല ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റാണ് അവിടെയുള്ളത്. അവരൊക്കെ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് താൻ പറയുകയായിരുന്നു. വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ്. എന്നാൽ അവർക്കുള്ള സന്തോഷം കഷ്ടതകളിലും അവർ തുടർമാനമായി നിലനിന്ന് പോരാടുകയാണ്. നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും ഞാനും പോരാടണം. എൻ്റെ ആത്മബലം വർദ്ധിക്കപ്പെടണമെന്ന് കർത്താവേ എന്ന് താൻ കർത്താവിനോട് പറയുകയാണ് ആ പാട്ടുകാരൻ. അങ്ങയുടെ വചനത്തിൻ്റെ സഹായത്താൽ കഷ്ടപ്പാട് ഞാൻ സഹിക്കും, വേദന ഞാൻ സഹിക്കും. 2 ആഴ്ച മുമ്പ് വ്യാഴാഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു കൺവെൻഷന് പോയിരിക്കുകയായിരുന്നു. അവിടെ ദൈവവചനം സംസാരിക്കാനായിട്ട് കടന്നു വന്നത് ബോംബെയിൽ നിന്നുള്ള ഡോക്ടർ ബാബു വർഗീസായിരുന്നു. താൻ മണിപ്പൂർ പോയ തൻ്റെ അനുഭവങ്ങൾ താൻ പങ്കുവയ്ക്കുകയുണ്ടായി. അവിടെ ഒരു പള്ളിയിൽ കത്തിച്ച ഒരു ബൈബിളിൻ്റെ കോപ്പിയുമായിട്ടാണ് താൻ വന്നത്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ ആ കഷ്ടത അനുഭവിക്കുന്ന അവർ മലകളിൽ ഒളിച്ച് താമസിക്കാൻ അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്കുള്ളതെല്ലാം ഒന്നുമില്ല. എന്നാൽ ആ ജനത്തിൻ്റെ സന്തോഷവും ആവേശവും കർത്താവിനോടുള്ള അവരുടെ സ്നേഹവും കാണണം നാം ലജ്ജിച്ചു പോകുന്നത് താൻ പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കഷ്ടതകൾ എന്താണെന്ന് നമുക്ക് പോലും അറിയുക പോലും ഇല്ല, അല്ലേ? നമ്മുടെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ ഇല്ല. നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ കഷ്ടത അനുഭവിച്ചു, വളരെയധികം പ്രതിസന്ധികൾ അനുഭവിച്ചു എന്നുള്ളതൊക്കെ നാം കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ജീവിതത്തിൽ കഷ്ടതകൾ എന്താണെന്ന് നാം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല പ്രിയമുള്ളവരെ. എന്നാൽ ഈ ജനം മനസ്സിലാക്കി. അതുകൊണ്ട് യോശുവ അവരെ വളരെയധികം ശ്ലാഘിക്കുകയാണ്. എന്നിട്ട് അവരെ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് താൻ പറയുന്ന കാര്യം വളരെ സ്പർശനീയമാണ്.
അത് നമുക്ക് അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവരോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിക്കാൻ ഏറ്റവും ജാഗ്രതയായിരിക്കും. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. മനുഷ്യരുടെ പാതയോട്ടത്തിന് മോശെ ഭാഷാനിൽ അവകാശം കൊടുത്തിരുന്നു. പാതയോട്ടത്തിന് യോർദാനിക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ യോശുവ കൊടുത്തു. അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത്, വളരെ നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ട് പോവുകയും ചെയ്യും. അവനെ രൂപയിലും കാതിലും മനുഷ്യരുടെ പാതിഗോത്രവും മോശം മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു. മതി. അവരെ പോകുന്നതിന് മുമ്പായിട്ട് അവരെ കമൻ്റ് ചെയ്തത് മാത്രമല്ല, അവർക്ക് വേണ്ടി ശ്ലാഘിച്ച് പല കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. അവരെ കൽപ്പന വിട്ട് അനുസരിച്ച് പൂർണ്ണമായി യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചു, തൻ്റെ സഹോദരന്മാരോടുകൂടി ചേർന്ന് നിന്നു. ഇനി നിങ്ങളുടെ ദേശത്തേക്ക് നിങ്ങളുടെ ദൗത്യം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ അവരെ അനുവദിക്കുകയാണ്. എന്നാൽ അവിടെ കടന്നു പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രബോധനം നമുക്ക് വളരെ മാതൃകയാണ്. അത് നമ്മൾ വളരെ ഉൾക്കൊള്ളുന്നതാണ്. താൻ പറയുകയാണ്, ഒന്നാമത് യഹോവയുടെ കൽപ്പനയും ന്യായപ്രമാണം ആചരിക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ ദേശത്ത് പോയി അവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട പല കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുകയാണ്. പിന്നീട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത് അവൻ്റെ എല്ലാ വഴികളിലും നടക്കുക. നാലാമത് അവൻ്റെ കൽപ്പന അനുസരിക്കുക. അഞ്ചാമത് അവനോട് പറ്റിച്ചേർന്നിരിക്കുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ യഹോവയെ സേവിക്കുക. തുടർന്നും യഹോവയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഈ കൽപ്പന അവർ അനുസരിക്കേണ്ടതാണ്. ദേശത്ത് നിലനിന്ന് പോകുവാൻ, അവിടെ വസിച്ച് തുടർന്ന് പോകണമെങ്കിൽ യോശുവ കൊടുക്കുന്ന ഈ പ്രബോധനം അനുസരിച്ചേ മതിയാവും. ഒന്നാമത് യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ വചനം അനുസരിക്കാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. ആ വചനം അനുസരിക്കണമെങ്കിൽ രണ്ടാമത്തെ കൽപ്പന നോക്കുക, നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം. നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിച്ചാൽ മാത്രമേ ആ അനുസരണം നടക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുസരിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹമാണ്. പിന്നെ പറയുകയാണ്, അവൻ്റെ എല്ലാ വഴികളിലും നടക്കുക, അവനോട് പറ്റിച്ചേർന്നിരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവുമായിട്ട് നാം എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നുവോ, ദ കമ്മ്യൂണിയൻ വിത്ത് അവർ ലോർഡ്, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന രൂപാന്തരം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ നമ്മുടെ മക്കൾ വിദേശകാരങ്ങളിൽ അവരുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ പല മക്കളും ഇപ്പോൾ പഠിക്കാനായിട്ട് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. ഞങ്ങളുടെ മക്കളും പഠിക്കാനായിട്ട് പോയ സമയം ഞാൻ ഓർക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിന് എന്ത് വലിയ ആകാംക്ഷയും അതോടൊപ്പം ഭാരവും ഉണ്ടാവും. കാരണം അവർ നമ്മളെ വിട്ടു പോവുകയാണ്. ഇത് ആൾ വരെ നമ്മോട് കൂടിയായിരുന്നു, ഇനി നമ്മുടെ കണ്ണ് അവരുടെ അടുത്തില്ല. ആ സമയത്ത്
അവർ ഈ കർത്താവിനോട് ചേർന്നിരിക്കുമോ? അവർക്കിവിടെ ലഭിച്ച അഭ്യസനം, അവർക്ക് ലഭിച്ച ഈ ദൈവവചനത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് പ്രമാണിച്ച് ഇതാരുമില്ലാത്ത സ്ഥലത്തേക്ക് അവർ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ അവിടുത്തെ ചുറ്റുപാടുകൾ അവരെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭാരം, ആ ഭാരത്തിൽ നിന്ന് വരുന്ന ആ നിർദ്ദേശങ്ങൾ, അവർക്ക് കൊടുക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ ആയിട്ട് ഇത് എനിക്ക് തോന്നി. യോശുവയ്ക്ക് അവർ സൈനിക വിജയം നേടി എന്നുള്ളത് വലിയ കാര്യമാണ്. സൈനാധിപൻ എന്ന നിലയിൽ യോശുവയും ആ കാര്യത്തിൽ സന്തോഷിച്ചു. യോശുവയും അറിയാം യഹോവയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതൊക്കെ. എന്നാൽ തുടർന്ന് ഇനി ജീവിക്കാൻ പോകുമ്പോൾ അവർ ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. മറ്റു ഗോത്രങ്ങളിൽ നിന്നുള്ള വേർപാട് മൂലം സത്യദൈവത്തിനെ ആരാധനയിൽ നിന്ന് അവർ തെറ്റി വിഗ്രഹാരാധന പിന്തുടരുവാൻ ഒരിക്കലും ഇടയാകരുത്. യോശുവയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാരം അതായിരുന്നു. ഈ കിഴക്കേ ഗോത്രങ്ങൾ അല്ലെങ്കിൽ പൗരസ്ത്യ ഗോത്രങ്ങൾ അവർ വളരെ യോദ്ധാക്കളാണ്. അവർ യോശുവയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോകുമ്പോൾ യോശുവ പ്രത്യേകം പറഞ്ഞു, ഈ കൊള്ളയെല്ലാം നിങ്ങൾ കൊണ്ടുപോകണം, ഈ ശത്രുക്കളിൽ നിന്ന് നേടിയ കൊള്ളയും നിങ്ങൾ എടുത്തു കൊണ്ടുപോകണം. അത് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ സഹോദരന്മാർക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ പങ്കിട്ട് കൊടുക്കണം. അത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. വലിയ സന്തോഷത്തോടു കൂടെ, കാരണം ഇത്രയും വർഷം അവരും ത്യാഗം ചെയ്തവരാ, അവരും വിട്ടിരിക്കുക. അവരുടെ ഭർത്താക്കന്മാരെ വിട്ട് ഭാര്യമാരും കുഞ്ഞുങ്ങളും അവിടെ ത്യാഗം അനുഭവിച്ചിരിക്കുക. പിന്നെയുള്ളവർ അവിടെ അവരുടെ സമ്പത്തുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കാത്തു നിന്നവരാ. അവർക്കും നിങ്ങൾക്ക് ഈ അനുഗ്രഹം കൊണ്ടുപോയി പങ്കിടണം, നിങ്ങളുടെ കൊള്ള പങ്കിടണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയായിരുന്നു. അവിടെ എടുത്ത് പറയുന്നുണ്ട്, നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ് എന്നിങ്ങനെ അനവധി സമ്പത്തോടു കൂടിയാണ് അവർ മടങ്ങിപ്പോയത്. ശത്രുക്കളിൽ നിന്ന് കിട്ടിയ കൊള്ള സഹോദരന്മാരുമായി പങ്കിടണമെന്ന് യോശുവ അവരെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നമുക്കറിയാം, യുദ്ധത്തിനായി പോയി കഷ്ടം അനുഭവിച്ച യോദ്ധാക്കൾക്ക് കിട്ടിയ കൊള്ള ഒരു പ്രയാസവും അനുഭവിക്കാതെ സുഖമായി വീടുകളിൽ കഴിഞ്ഞവർക്കും നൽകുന്നതിൻ്റെ ന്യായീകരണം എന്താണ്? നമുക്കറിയാം, വീടുകൾ കഴിഞ്ഞവരും ഒരു വിധത്തിൽ അവർക്കും താല്പര്യമുണ്ടായിരുന്നു മുമ്പോട്ട് വരാൻ. എന്നാൽ അവരുടെ വിളവുകളെയും അവരുടെ സ്വത്തുക്കളെയും പരിപാലിച്ച് അവിടെ കഴിഞ്ഞവരായിരുന്നു. അവരും വളരെ ത്യാഗം അനുഭവിച്ചവരായിരുന്നു. അപ്പോൾ അവരുടെ കൊള്ളയുടെ ഓഹരിക്ക് അവരും അർഹരാണ്. ഞങ്ങൾ ഈ ദിവസം ശമൂവേലിൻ്റെ പുസ്തകമാണ് കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അമാലേക്യരോടുള്ള യുദ്ധത്തിൽ ദാവീദ് ചെയ്ത കാര്യം നമുക്കറിയാം. 1 ശമൂവേൽ 30:24-25. ദാവീദിനും കൂട്ടുകാരും യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ ഒരു കൂട്ടരും യുദ്ധത്തിന് വരാൻ കഴിയാതെ അവിടെ ഇരുന്നവരുണ്ട്. അപ്പോൾ അവർ കൊള്ളയെല്ലാമായിട്ട് മടങ്ങി വരുമ്പോൾ അവർക്കും ആ കൊള്ളയുടെ അംശം കൊടുക്കാനായിട്ട് ദാവീദ് പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, അവർ നമ്മുടെ കൂടെ യുദ്ധത്തിന് വന്നില്ല, അവരിവിടെ ഇരിക്കുകയായിരുന്നു, നമ്മളെല്ലാം പോയി കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു വന്നത്. ദാവീദ് പറഞ്ഞു, അല്ലല്ല, അവരും ഇതിൻ്റെ കൂടെ ദൈവം നമുക്ക് തന്ന വിജയത്തിൻ്റെ ഓഹരി അവരും അനുഭവിക്കണം. അവിടെ താൻ പ്രത്യേകം പറയുന്നത്, യുദ്ധത്തിന് പോയവർക്കും സാമാനങ്ങൾ കരികെ പാർത്തവർക്കും ദാവീദ് ഒരുപോലെ വിഭാഗിച്ച് നൽകിയെന്നാണ് നാം അവിടെ വായിക്കുന്നത്. അത് മാത്രമല്ല, അത് പിന്നീട് ഇസ്രായേലിലൊരു ചട്ടമായി മാറ്റി. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആത്മീയ ഒരു ചെറിയ പാഠം കൂടി ഞാൻ പറയട്ടെ ഇതിൻ്റെ കൂടെ. എനിക്കറിയാം, ഇവിടെ അനേക സഹോദരന്മാർ ദൈവവചനം പഠിക്കുന്നവരായിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ സഭയിൽ അനേകർക്ക് ലഭിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
അതായത് വ്യക്തിപരമായി ദൈവവചനം പഠിക്കുവാനും അതിലെ കൊള്ള എന്ന് ഞാൻ പറയട്ടെ, ആത്മീയമായ നിക്ഷേപങ്ങൾ കൊള്ള നിങ്ങൾ അതിൽ നിന്ന് കിടക്കുമ്പോൾ അതില്ലാത്തവർക്കും കൂടി പങ്കിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ കൊള്ള കണ്ടുകെട്ടിയതിനെ പോലെ സന്തോഷിക്കുന്നു എന്നാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ നമുക്ക് ദൈവം കാണിച്ചു തരുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി പങ്കിട്ട് കൊടുക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ എത്രയോ പേർക്ക് ദൈവവചനം ഇതുപോലെ വായിച്ച് പഠിക്കാൻ കഴിയാത്തവരുണ്ട്. അതവർക്ക് ദൈവവചനം പങ്കിട്ട് കൊടുക്കാൻ ഞാൻ യുവ സഹോദരന്മാരെ, ദൈവവചനം പഠിക്കുന്നവരെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ച് പറയുകയാണ്, പങ്കിട്ട് കൊടുക്കുവാൻ നിങ്ങൾക്കും കടപ്പാടുണ്ട്. ദൈവം നിങ്ങളെ അതിനായിട്ട് ഇടയാക്കട്ടെ. നമുക്ക് തുടർന്ന് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അങ്ങനെ യൂബിയിലെയും ഗാദിലും മനുഷ്യരുടെ ഭാഗ്യവന്തവും മോശമുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായ ഗിലെയാദ്‌ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടത് കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബേനിലും ഗാദിലും മനുഷ്യരുടെ ഭാഗ്യവന്തവും യോർദാന് സമീപത്ത് കുരിയാവപിട കാഴ്ചയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന കുരിയാവപിട പണിതു. മതി. ഈ കിഴക്കേ ഗോത്രങ്ങൾ, ആ യോദ്ധാക്കൾ വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ വികാരാധീനരായിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. കാരണം ഇത്രയും വർഷം ഇവരോട് കൂടെ കഴിഞ്ഞ് അവരുടെ സ്വന്തക്കാരെ കാണാനുള്ള സന്തോഷമുണ്ട്, അത് ഒരു സൈഡിൽ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. അതേ സമയത്ത് ഇത്രയും നാൾ ഇവരോട് കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇവരെ വിട്ടുപോകുമ്പോൾ മാനസികമായിട്ട് ഇത് ഞങ്ങളുടെ ദേശമാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ദേശമാണ്, ദൈവം ഞങ്ങൾക്ക് അവകാശമായി തന്ന ആ ദേശത്ത് നിന്ന് ഇവരിട്ട് പോവുകയാണ്. ഇവരാണ് തിരഞ്ഞെടുത്തത് മറ്റേ ദേശം, അല്ലേ? എൻ്റെ വ്യക്തിപരമായ ചിന്ത, ദൈവത്തിൻ്റെ ശരിയായ ഹിതം ഇസ്രായേൽ മക്കളെല്ലാം കനാൻ നാട്ടിൽ ഉണ്ടായിരിക്കണമെന്നായിരുന്നു, അല്ലേ? അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദേശമാണ് ദൈവത്തിൻ്റെ പ്ലാൻ എ. എന്നാൽ ഇവർ രണ്ടര ഗോത്രം അവർ നോക്കിയത് അവരുടെ ബാഹ്യമായ കണ്ണുകളിൽ കൂടെയായിരുന്നു. കാഴ്ചയാൽ അവർ വിശ്വാസത്തോടെയല്ല. കാഴ്ചയിൽ നോക്കിയപ്പോൾ അവർക്ക് നല്ല പുൽപ്പുറങ്ങളുണ്ട്, അവരുടെ കന്നുകാലികൾക്ക് മേയ്ക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് അവർ അവിടെ കൂടി അവർ മടങ്ങി ആ ദേശത്തേക്ക് പോകുമ്പോൾ വളരെ പ്രയാസത്തോടു കൂടെ തന്നെയാണ് അവർ പോയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവർ കടന്ന് യോർദാന പ്രദേശങ്ങളിലേക്ക് എത്തിയപ്പോൾ അവരുടെ പഴയ ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയി കാണും. യോർദാൻ നദി മുമ്പ് അവരിങ്ങോട്ട് കടന്നു വന്ന കാര്യം, എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ കടത്തിയത്, ഉണങ്ങിയ നിലത്തിൽ കൂടെ കടത്തി വിട്ടത്. അവരുടെ പൂർവ്വകാല സ്മരണകൾ ഒന്ന് ധ്യാനിക്കുകയായിരുന്നു ഞാൻ. അവർ പറയുകയാണ്, എരിയോ മതിൽ അവർ മുമ്പിൽ തകർന്നു വീണ കാഴ്ച അവർ കാണുകയാണ്. ഹായ് പട്ടണം പഠിച്ച കാര്യം അവരൊക്കെ ഓർക്കുകയാണ്. ഇതെല്ലാം അവരുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുകയാണ്. അവർ മടങ്ങി അതിലെ പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്ന ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. മറ്റു ഗോത്രങ്ങളിൽ നിന്നുള്ള വേർപാട് അവരെ ശരിക്കും പരിഭ്രാന്തരാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ നിലയിലുള്ള ഒരു നദിയല്ല യോർദാൻ നദി. യോർദാൻ്റെ ഓരോ വശത്തും നല്ല മലകളുണ്ട്, നല്ല ഉയരം കൂടിയ മലകളുണ്ട്. ഏകദേശം 2000 അടിയോളം പൊക്കമുള്ള മലകളുണ്ടെന്നാണ് പറയുന്നത്. ഈ നദിയാണ് അവരുടെ അതിര്. യോർദാൻ വരെയുള്ളൂ, പിന്നെ യോർദാൻ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ദേശം മുഴുവൻ. യോർദാന് കിഴക്കും പടിഞ്ഞാറുമുള്ള ഗോത്രങ്ങൾക്ക് തമ്മിൽ ഒരു ഐക്യം ആവശ്യമാണ്. എന്നാൽ മാത്രമേ യോർദാൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഗോത്രങ്ങൾക്ക് തങ്ങളുടെ വാഗ്ദത്ത സന്തതി, തങ്ങളെല്ലാവരും വാഗ്ദത്ത സന്തതികളാണെന്നുള്ള ബോധം ഭരിക്കുകയുള്ളൂ. അത് അവരിൽ രൂഢമൂലമാകണം. അതിനുവേണ്ടി അവർ ചിന്തിച്ചപ്പോൾ അവരുടെ സന്തതികൾ ഇനി വരുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും, നമ്മൾ മാത്രം ഇങ്ങനെ വേറെ, മറ്റൊരു വേറെ. അവിടെയുള്ളവർ, പടിഞ്ഞാറുള്ള കുട്ടികൾ പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ഓഹരിയുമില്ല, നിങ്ങൾ അപ്പുറത്തുള്ളവരാണ്, ഇതാണ് ഞങ്ങളുടെ അതിര് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അതിനുവേണ്ടി അവരൊരു സാക്ഷ്യമായിട്ട് അകലിൽ നിന്ന് കാണാവുന്ന നിലയിൽ, നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ,
കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം അവർ പണിതു. അവർ കനാലിലെ യോർദാന് പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബേന്യരും ഗാദ്യരും മനുഷ്യരുടെ പാതി ഗോത്രവും യോർദാന് സമീപത്ത് ഒരു യാഗപീഠം അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുക. കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം, ഏറ്റവും വളരെ ഉയരം കൂടിയത്, ദൂരത്ത് നിന്ന് തന്നെ കാണണം. അതായിരുന്നു അവരുടെ ഏക ആഗ്രഹം. യോർദാനിയെ പടിഞ്ഞാറുള്ള ഇസ്രായേൽ മക്കൾ ഇത് കേട്ടു. 12-ാം വാക്യം. മതി, അവർ കേട്ടുള്ളൂ കേട്ടോ. ഇത് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. നമ്മളുടെ പല ആക്ഷൻസും പലപ്പോഴും വരുന്നത് അങ്ങനെയാണല്ലോ. ചെറിയൊരു കാര്യം കേട്ടുള്ളൂ, ഇത് എന്താണെന്ന് പോലും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഇത് എന്ത് ഉദ്ദേശത്തിലാണ് അവർ പണിതതെന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നിലുള്ള അവരുടെ ആഗ്രഹവും അവരുടെ ചിന്തയാണെന്നൊന്നും അന്വേഷിക്കില്ല. അതിനു മുമ്പേ അവരെടുത്ത് ചാടി യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തൊരു വലിയ നമ്മൾ ചെറിയ കാര്യം അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കും. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞങ്ങൾ യൂത്ത് ടീമെങ്കിൽ ഒരു ഗെയിമുണ്ട്, നിങ്ങളൊക്കെ കളിച്ച് കാണും. വരിയായിട്ട് നമ്മൾ നിൽക്കും, ഒരറ്റത്ത് ഒരാളോട് ചെവിയിൽ ഒന്ന് പറയും, അത് എത്രയും പെട്ടെന്ന് അങ്ങേയറ്റത്തേക്ക് എത്തിക്കണം. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാൾ കാക്ക ഛർദ്ദിച്ച കാര്യത്തെക്കുറിച്ച്. കാരണം ചെറുതിൽ പറഞ്ഞതാ, ഒരുത്തൻ ചെറിയ ഛർദ്ദിച്ചപ്പോൾ ഒരു ചെറിയ കറുത്ത നിറം അതിലുണ്ടായിരുന്നു. അത് സ്പീഡിൽ പറഞ്ഞ് ഇങ്ങേ സൈഡിൽ എത്തിക്കപ്പോഴേക്കും അവൻ ഛർദ്ദിച്ചത് കാക്കയായി മാറി. ഗോസിപ്പ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പരദൂഷണം എന്ന് പറയാം. പല കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥവ്യാപ്തി നമ്മൾ ചിന്തിക്കാറില്ല. അതുമാത്രമല്ല, അതിൻ്റെ ഭാവി, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നും അറിയില്ല. നമ്മളിത് ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തു. നമ്മളവിടെ വായിക്കുന്ന അവരും എല്ലാവരും ഒരുമിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. ഒരു വിധത്തിൽ അവരുടെ തീഷ്ണത കൊണ്ടാകട്ടോ, അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ മക്കളുടെ സഭ സാക്ഷാൽ യാഗപീഠത്തിൻ്റെ സ്ഥാനമായ ശീലോവിൽ ഒന്നിച്ചുകൂടി. പൗരസ്ത്യ ഗോത്രങ്ങൾ ചെയ്തത് ദൈവത്തോടുള്ള മത്സരമാണെന്നും മോശീയ ന്യായപ്രമാണത്തെ ധിക്കരിച്ചുകൊണ്ട് അവർ രണ്ടാമതൊരു യാഗപീഠം നിർമ്മിച്ചു എന്നും അവർ കരുതി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെയാണല്ലോ തോന്നുക. ലേവ്യ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് മോശ മുഖാന്തരം അവർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു സമാഗമനോട് കൂടാരവും അവരുണ്ടാക്കരുത്. ദൈവത്തിൻ്റെ വ്യക്തമായ കൽപ്പന, വേറെ എങ്ങും യാഗം കഴിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി ഇവർ അപകടത്തിലാക്കിയിരിക്കുകയാണ്. അതായിരുന്നു ഇവരുടെ ഭയം, ദ ജലസ്, അല്ലെങ്കിൽ അവരുടെ തീഷ്ണത, അവരുടെ എരിവ്. യഹോവയുടെ വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തുതീർപ്പും യാതൊരു കോംപ്രമൈസും പാടില്ല. തന്മൂലം യുദ്ധനിമിത്തം വാസ്തവത്തിൽ ഇവരെ ക്ഷീണിച്ചിരിക്കുക. യുദ്ധമൊക്കെ കഴിഞ്ഞ് അല്പം സ്വസ്ഥത എടുക്കേണ്ട നേരത്താണ് ആ അവസരമായ അവർ ഉടൻ തന്നെ പൗരസ്ത്യ ഗോത്രങ്ങൾ തൻ്റെ സ്വന്തം സഹോദരന്മാരോട് തന്നെ യുദ്ധത്തിനൊരുങ്ങി. ഒരു പ്രകാരത്തിൽ അതിൻ്റെ ഒരു സൈഡ് ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഈ തീഷ്ണത, ഈ എരിവ് ഇന്നും സഭയ്ക്ക് ആവശ്യമാണ്. അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എന്നാൽ അവർ യുദ്ധത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. എങ്കിലും എടുത്തുചാട്ടത്തിന് പകരം അവർ നേരെ യുദ്ധം ചെയ്തില്ല. അതിനു മുമ്പ് അവരൊരു കാര്യം ചെയ്തു. വിവേകം കൊണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ അവർ തൽപരരായി. ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കുകയും പരിഹരിക്കുകയും ചെയ്യണം. പൗരസ്ത്യ ഗോത്രങ്ങൾ ചെയ്ത തെറ്റ് അവരെ ബോധ്യപ്പെടുത്തുകയും യാഗപീഠ നിർമ്മാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യണം എന്ന് തീരുമാനിച്ചു. പുരോഹിതനായ ഫിനഹാസിനെയും 10 ഗോത്രങ്ങളുടെ പ്രതിനിധികളായി 10 പ്രഭുക്കന്മാരെയും ഒരു ദൗത്യ സംഘമായി അവർ അയച്ചു. എന്നിട്ട് ബാൽപെയോരിൻ്റെ സംഭവത്തിൽ യഹോവയുടെ വിശുദ്ധിക്ക് വേണ്ടി, ആരാണ് ഈ ഫിനഹാസ് നമുക്കറിയാം. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ നാം അത് വായിക്കും. 25-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് ധ്യാനിച്ചാൽ മതി. അവിടെ നമുക്ക് ഫിനാസ് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ബലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ആ കാര്യം,
അവർ പ്രായോഗികത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ മക്കൾ പരസംഗം ചെയ്യാനിടയായി. വലിയ പാപത്തിലേക്ക് അവർ വീണു. ആ സമയത്ത് ഇസ്രായേലിനായ ഒരുവൻ ഒരു മോവാബ്യ സ്ത്രീയുമായിട്ട് കൂടാരത്തിലേക്ക് വരികയാണ്. അത് പരസംഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ദൈവത്തിൻ്റെ കോപം എന്തുമാത്രം ജ്വലിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ ആ സമയത്ത് എത്ര പേരാ മരിച്ചേ ഓർമ്മയുണ്ടോ? 24,000 പേരാണ് അന്ന് മരിച്ചത്. ഈ ഫീനഹാസ് എഴുന്നേറ്റിട്ട് എന്താ ചെയ്തേ? അവനവൻ്റെ കുന്തം കൊണ്ട് ഈ 2 പേരെയും കുത്തിക്കൊന്നു കൂടാരത്തിൽ കിടന്നു. ദൈവത്തിൻ്റെ തീഷ്ണത, ദൈവത്തിൻ്റെ കോപത്തിന്, ക്രോധത്തിന് ശമനം വരുത്തിയത് ആ ഒരു ആക്ഷൻ, ആ ഒരു പ്രവൃത്തിയായിരുന്നു. ദൈവം അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ദൈവം എന്നിട്ട് പറഞ്ഞത്, അവൻ എനിക്ക് വേണ്ടി ന്യായവിധി നടത്തിയതുകൊണ്ട് അവന് നിത്യപൗരോഹിത്യം കൊടുത്തിരിക്കുക ഫീനഹാസിന്. നിങ്ങൾ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുക. നമുക്ക് സമയമില്ലല്ലോ. ദൗത്യസംഘം ഗിലെയാദിൽ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെയും പാതി ഗോത്രത്തിൻ്റെ അടുക്കലെത്തി അവരെ ഇസ്രായേൽ സഭയുടെ വികാരം അവരെ അറിയിച്ചു. എന്താണ് അവർ ചെയ്യാൻ പോകുന്നുള്ള കാര്യം അറിയിച്ചു. പൗരസ്ത്യ ഗോത്രങ്ങൾ യഹോവയെ വിട്ടുമാറി യഹോവയോട് മത്സരിച്ചിരിക്കുന്നു. 16-18 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യഹോവയോട് മത്സരിക്കേണ്ടതിനാണ് അവർ യാഗപീഠം പണിതത്. ദൈവത്തോട് ചെയ്ത ഈ ദ്രോഹത്തെക്കുറിച്ച് അവർ അനുദപിക്കേണ്ടതാണ് ഇവർ പറയുകയാണ്. എന്നിട്ട് അവരെ പൂർവ്വ സംഭവങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ പേയോർ സംബന്ധിച്ച് ഉണ്ടായ അകൃത്യത്തിൽ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടായ ആ അകൃത്യത്തിൽ 24,000 പേര് മരിച്ച കാര്യം അവരെ ഓർപ്പിച്ചു. അത് നിമിത്തമുണ്ടായ ബാധയിൽ നിന്ന് ഇസ്രായേൽ ഇനിയും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ല. അതിൽ നിന്ന് അവർ കരകയറി വരുന്നതേ ഉള്ളൂ. അവർ യഹോവയെ വിട്ടുമാറി യഹോവയോട് മത്സരിക്കുന്നുവെങ്കിൽ അത് ഇസ്രായേൽ മക്കളെ മുഴുവനും ശിക്ഷയ്ക്ക് അർഹരാക്കും. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന ഭയം. ആഖാനോടുള്ള ബന്ധത്തിലും അവർ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ആഖാൻ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ചെയ്ത കുറ്റനിമിത്തം യഹോവയുടെ കോപം ഇസ്രായേലിന്റെ മേൽ വീഴുകയും അനേകം പേരുടെ മരണത്തിന് ഇടയാവുകയും ചെയ്തു. പൗരസ്ത്യ ഗോത്രങ്ങളുടെ മത്സരം ഇസ്രായേൽ സഭയെ മുഴുവനും അപകടത്തിലാക്കും. വിവേകത്തോടു കൂടി അവർ ഒരു പ്രതിശാന്തി നിർദ്ദേശിച്ചു. അവർ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് അത്ര പ്രയാസമാണെങ്കിൽ യഹോവയുടെ സാന്നിധ്യത്താൽ വിശുദ്ധമാക്കപ്പെട്ടിട്ടില്ല ആ ദേശമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോന്നു യോർദാൻ്റെ പടിഞ്ഞാറ് വശത്ത് കടന്നു വന്ന് അവകാശം വാങ്ങാം. അവർ അതും തോക്കാൻ തയ്യാറായിരിക്കുക. അവിടെയാണല്ലോ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നത്. യോർദാൻ്റെ പടിഞ്ഞാറ്, അതായത് കനാനിൽ പൗരസ്ത്യ ഗോത്രങ്ങൾക്ക് അവകാശം കൊടുക്കുന്നത് 9.5 ഗോത്രങ്ങൾക്കും വാസ്തവത്തിൽ നഷ്ടമാണ്. എന്നാൽ അതും സഹിക്കാൻ അവർ തയ്യാറാണ്. എന്നാൽ അപ്രകാരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് വരെ അവർ തയ്യാറായത് വാസ്തവത്തിൽ അവരുടെ ആ വിശാല മനസ്കത അവർ തെളിയിക്കുകയാണ്. അവരുടെ ഒരേ ഒരു അപേക്ഷ ശീലോവിലുള്ള യാഗപീഠം ഒഴികെ മറ്റൊരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, തങ്ങളോടും മത്സരിക്കരുത് എന്ന് മാത്രമാണ്. തുടർന്ന് 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പൗരസ്ത്യ ഗോത്രങ്ങളുടെ മറുപടിയാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ റെസ്പോൺസ്, തങ്ങളുടെ മേലുണ്ടായ ആരോപണത്തിന് വിദ്വേഷത്തോടെ മറുപടി പറയുന്നതിന് പകരം നമ്മളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ചൂണ്ടിൽ അങ്ങോട്ട് മറുപടി പറയും, അല്ലേ? നമ്മുടെ റെസ്പോൺസ് അങ്ങനെയാണ്. എന്നാൽ അവർ ദൈവത്തോടുള്ള മത്സരത്തിലാണ് തങ്ങൾ യാഗപീഠം നിർമ്മിച്ചതെന്ന ആരോപണത്തെ ആ കിഴക്കേ ഗോത്രം, പൗരസ്ത്യ ഗോത്രങ്ങൾ സൗമ്യമായി നിഷേധിച്ചു. ദൈവത്തെ സാക്ഷി നിർത്തിയാണ് അവർ മറുപടി പറഞ്ഞത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ 3 പേരുകൾ എടുത്തു പറയുന്നത് നാം കാണാനായിട്ട് കഴിയും. സർവവല്ലഭനാകുന്ന ദൈവമായ യഹോവ, അത് 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. ഹീബ്രുവില് നമുക്കറിയാവുന്ന വാക്കുകളാണത്. എലോഹിം,
ജഹോവ. ഏൽ എലോഹിം യഹോവ, ആ അർത്ഥത്തിൽ തന്നെയാണ് സർവ്വവല്ലഭനാകുന്ന ദൈവമാകുന്ന യഹോവ എന്ന് 2 പ്രാവശ്യം പറഞ്ഞ് യഹോവയുടെ മത്സരത്താലോ ദ്രോഹത്താലോ അല്ല തങ്ങൾ അപ്രകാരം ചെയ്തത് എന്ന് യഹോവയുടെ മുമ്പിലും ഇസ്രയേലിൻ്റെ മുമ്പിലും ആ പൗരസ്ത്യ ഗോത്രങ്ങൾ ഏറ്റുപറയുകയാണ്. ഈ 2.5 ഗോത്രം ദൈവത്തോടുള്ള മത്സരം ഹേതുവായി ആരാധനയെക്കുറിച്ചുള്ള കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവർ അപ്രകാരം ചെയ്തുവെങ്കിൽ തങ്ങൾ ദൈവിക ശിക്ഷ അർഹിക്കുന്നു. അവരേറ്റു പറഞ്ഞു. ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കാനും സമാധാനയാഗങ്ങൾ കഴിക്കാനുമല്ല യാഗപീഠം നിർമ്മിച്ചത്. ഭാവി തലമുറയ്ക്ക് ഓർമ്മയ്ക്കായി പ്രബോധനാത്മകമായ പ്രാധാന്യമാണ് അതിനുള്ളത്. പൗരസ്ത്യ ഗോത്രങ്ങളെയും പശ്ചിമ ഗോത്രങ്ങളെയും യോർദാൻ നദി വേർതിരിക്കുകയാണ്. യഹോവയുടെ തിരുനിവാസം യോർദാന് പടിഞ്ഞാറാണ്. അപ്പോൾ തന്മൂലം ഭാവിയിൽ അവരുടെ സന്തതികൾ പൗരസ്ത്യ ഗോത്രങ്ങളുടെ സന്തതികളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയുമില്ല എന്ന് പറഞ്ഞ് അവർ യഹോവയെ ഭയപ്പെടാതിരിക്കുവാൻ ഇടയാകും. അത് സംഭവിക്കാതിരിക്കാനാണ് സാക്ഷ്യത്തിനായി യാഗപീഠം നിർമ്മിച്ചത് ഞങ്ങൾ, അല്ലാതെ യാഗത്തിന് വേണ്ടിയല്ല എന്നുള്ള കാര്യം പ്രത്യേകം അവരെ ഓർപ്പിച്ചു. ഇസ്രായേലിൻ്റെ ആരാധനയെ സംബന്ധിച്ചുള്ള വിധികളെല്ലാം അവർക്ക് വ്യക്തമായ അറിവുള്ളതാണ്. അവരത് ഏറ്റു പറഞ്ഞു, ഞങ്ങൾക്കിത് അറിയാം. ഹോമയാകുമോ ഭോജനയാകുമോ അർപ്പിക്കാനല്ല ഇത് നിർമ്മിച്ചത്. യോർദാൻ കടന്ന് ശീലോവിൽ ചെന്ന് യഹോവയെ ആരാധിക്കാനുള്ള അവകാശം പൗരസ്ത്യ ഗോത്രങ്ങൾക്കും ഉണ്ടെന്നുള്ള തലമുറകളെ ഓർമ്മിപ്പിക്കാനാണത്. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങൾ ആരാധനയ്ക്കായിട്ട് സമാഗമന കൂടാരത്തിൽ വരണം, എല്ലാ പുരുഷന്മാരും. അതൊക്കെ അവർക്കറിയാം. പക്ഷേ അടുത്ത സന്തതികൾക്ക് വേണ്ടി സാക്ഷാൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു പകർപ്പ് മാത്രമാണത്. സാക്ഷാൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുവാനുള്ള അവകാശം അവർക്കുണ്ടെന്നുള്ള ഒരു തെളിവാണ് ഈ യാഗപീഠം. ഭാവി തലമുറകളുടെ ആത്മീക ക്ഷേമത്തെക്കുറിച്ചുള്ള അവരുടെ ജാഗ്രത വാസ്തവത്തിൽ നമ്മൾ പ്രശംസിക്കേണ്ടതാണ്. അവർക്ക് അത്രയും ഭാരം അടുത്ത തലമുറയെക്കുറിച്ച് ഉണ്ടായതുകൊണ്ടാണ് അവരത് ചെയ്തത്. പക്ഷെ അവരെടുത്ത സ്റ്റെപ്പ് തെറ്റിപ്പോയി എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷേ അത് അനാവശ്യമായിരുന്നു. വർഷത്തിൽ 3 പ്രാവശ്യം വിശുദ്ധ മന്ദിരത്തിൽ ചെല്ലണമെന്ന ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും കടന്നു ചെല്ലുന്നതാണ്. അപ്പോൾ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾക്കൊക്കെ അറിയാനായിട്ട് കഴിയും. ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം എൽക്കാനയുടെ കുടുംബം എല്ലാ വർഷത്തിലെ പോകുന്ന കാര്യങ്ങളൊക്കെ. ഒരു കേന്ദ്രമായ വിശുദ്ധ മന്ദിരത്തെ ഉപേക്ഷിച്ചപ്പോൾ ഗോത്രങ്ങൾ സ്വതന്ത്രവും പിന്നീട് സ്വന്തമായ വിശുദ്ധ മന്ദിരങ്ങൾ നിർമ്മിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഗോത്രങ്ങളുടെ ഐക്യത ശിഥിലമാക്കി. ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവവചനത്തിൽ കാണുന്നതാണ്. അവരുടെ മറുപടി വാസ്തവത്തിൽ ഇവരെ ആശ്വാസപ്പെടുത്തി എന്ന് വേണം ചിന്തിക്കാൻ. രൂക്ഷമായ പ്രതിസന്ധി അവസാനിച്ചു. പൗരസ്ത്യ ഗോത്രങ്ങളുടെ മറുപടി ദൗത്യ സംഘത്തിന് നല്ലവണ്ണം ബോധിച്ചു. ഈ കാര്യം അറിഞ്ഞ് എല്ലാ ഗോത്രങ്ങളും സന്തോഷിച്ചു. മഹാപുരോഹിതനായ ഫീനഹാസ് പൗരസ്ത്യ ഗോത്രങ്ങളോട് പറഞ്ഞു, നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായതുകൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. 31-ാം വാക്യം. ദൗത്യസംഘം പൗരസ്ത്യ ഗോത്രങ്ങളെ വിട്ട് കനാൻ ദേശത്ത് ചെന്ന് ഇസ്രായേൽ മക്കളെ വസ്തുത അറിയിച്ചു. ഒരു യുദ്ധം ഒഴിവാക്കി കിട്ടിയതിൽ അവർ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു. അവിടുത്തെ വാക്യങ്ങൾ വായിക്കുന്ന അതാണ്. വളരെ അർത്ഥപൂർണമായ ഒരു അധ്യായമാണിത്. അനേക പാഠങ്ങൾ നിങ്ങൾ ഇനി വീട്ടിൽ പോയി അത് വായിച്ച് ധ്യാനിക്കുമ്പോൾ അനേക പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് ആവശ്യമില്ല. നമ്മൾക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്, വിശ്വാസത്തിൻ്റെ പരിശുദ്ധി നിലനിർത്തുവാനുള്ള എരിവ് എല്ലാ വിശ്വാസികൾക്കും ആവശ്യമാണ്. വിട്ടുവീഴ്ച മനോഭാവം അത് ദോഷത്തിന് കാരണമായി തീരും. രണ്ടാമത്, നമ്മുടെ ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ഉദ്ദേശശുദ്ധി വിധിക്കുന്നത് തെറ്റാണ്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളെയാണ്. ഞാൻ ഈ സമയത്ത് പെട്ടെന്ന് പണ്ട് ജോൺ കുര്യൻ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്കൊരു ഓർമ്മ വരികയാണ്. അവർ ചെറുപ്പത്തിൽ എറണാകുളത്തായിരുന്നു ഫാമിലിയായിട്ട്, നമുക്കറിയാം. അവരുടെ പിതാവും മാതാവൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ എറണാകുളം സൗത്ത് അസംബ്ലിയിൽ
എല്ലാ ഞായറാഴ്ചയും ഗോസ്പൽ മീറ്റിംഗ് ഉണ്ട്. കാരണം അവിടെ വിസിറ്റേഴ്സ് ഇഷ്ടം പോലെ വരും, നാവൽ ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ ടൂറിസ്റ്റുകളായിട്ട് പല വിദേശികളും വരും. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ഇംഗ്ലീഷിൽ ഗോസ്പൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഗോസ്പൽ മീറ്റിങ്ങിന് കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരായ വിദേശികളായ കപ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യോഗം തുടങ്ങി പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ജോൺ കുര്യൻ പറയുക, താൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവർ വിശ്വാസികളാണെന്നാണ് പറഞ്ഞേ. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരിരുന്ന് ഭയങ്കര സംസാരം, ബാക്കിലിരുന്നിട്ടാണ്, എന്നാലും ആ സംസാരം കേൾക്കാം. അതുപോലെ അത്ര ശബ്ദമില്ല, ഭയങ്കര പ്രയാസം തോന്നി കേൾക്കുന്നവർക്ക്. യോഗം കഴിയുന്നവരെ കാത്തിരുന്നു. യോഗം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്ര ഇതായിട്ടുള്ള നിലയിൽ അവരോട് ചോദിച്ചു എന്താ കാര്യം. അപ്പോഴാണ് താൻ പറയുന്നത് തൻ്റെ ഭാര്യ ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഒരു സ്ത്രീയായിരുന്നു. ഈ മെസ്സേജ് മുഴുവനും താൻ അപ്പാപ്പം ഭാര്യയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ വിദേശ ഭാഷയിൽ. ഈ മെസ്സേജ് അവർക്ക് പറഞ്ഞുകൊണ്ടുകൊണ്ടിരിക്കുക. ജോൺ കുര്യൻ പറയുക, നമ്മുടെ കണ്ണുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ കാര്യം അതാ, നമ്മൾ കണ്ട കാര്യമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, പല കണ്ട കാര്യങ്ങളുടെയും പിന്നിൽ വേറെ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. നമ്മൾ ഉടനെ തീരുമാനം എടുത്തു കഴിഞ്ഞു, നമ്മൾ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ പല വിധികളും അങ്ങനെയല്ലേ. ദൈവം നമ്മളോട് കടപ്പാട് കിടക്കട്ടെ. തുറന്ന ചർച്ചയും സംവാദവും സംഭവത്തെ വ്യക്തമാക്കുകയും അനുരഞ്ജനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സൗമ്യതയുടെ ആത്മാവിലാണ് നാം പ്രശ്നത്തെ സമീപിക്കേണ്ടത്. ഗലാത്യ ലേഖനം 6:1 നമുക്ക് നന്നായിട്ട് അറിയാം. വ്യാജമായ കുറ്റാരോപണത്തിന് വിധേയമാകുന്നവൻ ഓർമ്മിക്കേണ്ട ഒരു ഉപദേശമുണ്ട്. നമുക്കറിയാം, സദൃശവാക്യം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കെല്ലാവർക്കും കാണാപ്പണം അറിയാവുന്ന വാക്യമാണ്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. അതേപോലെ ഇവർ വന്ന അതേ തീഷ്ണതയിൽ ഇവരും മറുപടി പറഞ്ഞെങ്കിലോ ഭയങ്കര സംഘടന ഉണ്ടായേനെ. എന്നാൽ അവരെ വളരെ സൗമ്യതയുടെ ആത്മാവിൽ മൃദുവായി അവരോട് ഉത്തരം പറഞ്ഞു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു പ്രശ്നത്തിലേക്ക് നടക്കാൻ പോകേണ്ട കാര്യം അത് വളരെ സൗമ്യമായി പരിഹരിക്കുവാൻ അവർക്ക് കഴിയും. ദേശത്തിന് സ്വസ്ഥത എന്ന കാര്യം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കുറിക്കൊള്ളേണ്ട വളരെ പാഠങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. പല തെറ്റിദ്ധാരണകൾക്കും പല കാര്യങ്ങളും നമ്മൾ പറയാതിരിക്കുന്നതുകൊണ്ട്, തുറന്നമായി നമ്മൾ അതിനെ ഷെയർ ചെയ്യാത്തതുകൊണ്ട് പലരും പല വിധത്തിൽ അത് ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും വിധിക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ദൈവമക്കളെന്ന നിലയിൽ അന്യോന്യം സഹകരിച്ച് ഓപ്പൺ അപ്പ് ചെയ്യുക, നമ്മുടെ ഹൃദയങ്ങളെ അന്യോന്യം പകർന്ന് തെറ്റിദ്ധാരണകൾ കൂടാതെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. ഈ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഒന്നും ധ്യാനിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആശയങ്ങൾ ലഭിക്കും എന്നാണ് എനിക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.